എല്ലാം തൊട്ടടുത്തിരിപ്പുണ്ട് നമുക്ക് തോന്നുന്നത്. ഈ പാട്ട് എഴുതുന്ന സമയത്തും തൊട്ടടുത്ത് ദേവി ഇരിക്കുന്ന പോലെ തന്നെ തോന്നുന്നത്. എന്നുവെച്ചാൽ അതൊരു സാധാരണ മനുഷ്യരൂപത്തിലാണോ അതോ ആ ഒരു നമ്മൾ കാണുന്ന ഒരു ആടയാഭരണങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ദേവി സാധാരണ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കൂട്ടുകാരെ കൂട്ടില്ലേ, അങ്ങനെ നമ്മളെ ചിന്തിച്ചോണ്ട് മുഖത്ത് നോക്കിയിരുന്നു. ഉപാസനമൂർത്തി ഭദ്രകാളി. ഭദ്രകാളി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭദ്രകാളി ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് തന്നിരിക്കുന്ന ആൾക്കാരാണ്, എപ്പോഴും കാണാറുണ്ട്. നമ്മള് പോകുന്ന യാത്രയിലല്ല എവിടെ ഇതൊക്കെ ചെയ്യണം, കാണാറുണ്ട്. ഈ ഞാൻ വിശ്വസിക്കുന്ന നമ്മള് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ, ദൈവം ഉണ്ടെങ്കിൽ അപ്പൊ നെഗറ്റീവ് അതാണ് ഉള്ളിലെ ഭയം. ഭൂതം പ്രേതമുണ്ട്. നമ്മൾ ഇത്രയും വിശ്വസിക്കുന്നുണ്ട്, മറ്റേത് ഉണ്ടെന്ന് നമ്മുടെ ഒരു ധാരണയാണ്. ഇപ്പൊ ഈ വന്ന കാലത്ത് അന്ധവിശ്വാസം എന്ന് പറയും. ഇവര് അന്ധവിശ്വാസമല്ല, നമ്മുടെ എന്റെ ഒരു വിശ്വാസം. എന്റെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കുന്ന ഒന്നുമല്ല നടക്കുന്നത്. തിരിച്ച് വേറെ എന്തോ ഒരാൾ ഇങ്ങനെ കറങ്ങി തട്ടി ഇനി അവിടെ പോകണ്ട എന്നിങ്ങനെ ഞാൻ എത്ര വിചാരിച്ചാലും എനിക്ക് അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല. ഈ രാത്രി യാത്ര പോകുമ്പോൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഒത്തിരി അപകടങ്ങൾ നടന്ന സ്ഥലമൊക്കെ കാണും. ബൈക്ക് ആക്സിഡന്റ് ഇങ്ങനെ കിടക്കുക. ഞാൻ എന്തെങ്കിലും മനസ്സിലായിരിക്കും. ബൈക്കിലാണ് ഏട്ടൻ പോകുന്നത്? ബൈക്കില്. അപ്പൊ ഞാൻ പേടിച്ചെടുപ്പ് കാണാം ഒരാളായാലും നടന്നു വരുന്നതാണ്. ഒരു പ്രായമുള്ള ഒരാളായിട്ട് തന്നെ തോന്നുന്നത്. ഒരാളെ തന്നെ പല സ്ഥലങ്ങളിൽ വെച്ച് ഒറ്റപ്പെട്ട രാത്രി സമയത്ത് നടന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. എന്റെ ചിന്താഗതിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഏത് രൂപമാണ്? ഒരു പ്രായമായ അമ്മുമ്മ. വേഷമൊക്കെയോ? വേഷം നമ്മുടെ സെറ്റും കൊണ്ടുകൊടുത്തിട്ടുണ്ട്. എന്റെ നേരമല്ല, തിരി അങ്ങോട്ട് നടന്നു പോവുക. ഡീറ്റെയിലായിട്ട് ശ്രദ്ധിക്കത്തില്ല, നടന്നു പോകുന്നതാണ്. അപ്പൊ വിചാരിക്കാം ഇവിടെ വന്നോ ഒരാളുണ്ടല്ലോ. അതുപോലെ ഈ വണ്ടിയുടെ പുറകിൽ എന്തോ രൂപം ഉണ്ടായിരുന്നു. രണ്ടല്ലേ കാര്യം പറഞ്ഞോണ്ട് പോവാ. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പേടി കിട്ടായിരിക്കാൻ വേണ്ടി കാര്യം പറഞ്ഞോണ്ട് പോയത്. ഞാൻ പിടിച്ചിരുത്തിയേക്കോ അവിടെ. എനിക്ക് ഒരാൾ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് പേടിയും. ഞാൻ കാര്യം പറഞ്ഞോണ്ട് പോന്നെ. ഞാൻ ഇരുത്തിയേക്കുവാ. വണ്ടി കയറുന്ന പുറകെ ഇരുന്നത്. അമ്മേ ഭദ്രകാളിയാ വിളിക്കുന്നത്. ഞാൻ പോവാ, വേറെ ആരുമില്ലേ എന്റെ കൂടെ കാണണേ. 2006 ഈ പടനോട്ട അമ്പലത്തിന്റെ അകത്തളങ്ങളിൽ മാത്രം കേട്ടോണ്ടിരുന്ന പാട്ട് ലോകം പുത്തേറ്റ് പാടുക. ഉഗ്രമായൊരു രൂപമേ വേതാള കണ്ഠ നിവാസിതേ വള്ളി കുന്നമർന്നഴും ശ്രീ ഭദ്രകാളി നമോസ്തുതേ. പാടാൻ എഴുതാനിരിക്കുമ്പോഴുണ്ട് നമ്മൾ കുറച്ച് കമ്പനികളിലേക്ക് ആരും ഹെൽപ്പ് ചെയ്യും. ബ്ലാങ്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേ പെട്ടെന്ന് തന്നെ എന്നിട്ട് നമുക്ക് പറഞ്ഞു കളരുമോ ഇങ്ങനെ എഴുതിക്കോളാം. പടയണിയാടിയുറഞ്ഞൊരു രാവിൽ പരിചൊടു ചൂട്ടിൻ പ്രഭയുമൊടു വടിമുടു തിരുവുടലങ്ങു തെളിഞ്ഞു പടയണി വെട്ടത്തുടയോരേ ജയ. അമ്മമാരാണ്, അമ്മയാണെങ്കിൽ എന്നെ ഞാനൊക്കെ അമ്മമാരാ. പടനോട്ട അമ്മമാരാണ്. ഇവിടെ ഇരുന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയത്. ഭദ്രകാളിയുടെ തിരുമുമ്പിൽ നിന്ന് എഴുതിയ പാട്ടാണ്. പാട്ടമ്പലത്തിലിരുന്ന് ദൈവയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ദീപാരാധനയ്ക്ക് ശേഷം എഴുതിയ പാട്ടാണ്. ഉഗ്രമായൊരു രൂപമേ വേതാള കണ്ഠ നിവാസിതേ ഉഗ്രമായൊരു രൂപമേ വേതാള കണ്ഠ നിവാസിതേ വള്ളികുന്നമർന്നഴും ശ്രീ ഭദ്രകാളി നമോസ്തുതേ വള്ളികുന്നമർന്നഴും ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ കാരിരുൾ സമമായ നിൻ തിരുവാർമുടിച്ചുരുൾ കൈതൊഴാം. പടയണിയാടിയുറഞ്ഞൊരു രാവിൽ പരിചൊടു ചൂട്ടിൻ പ്രഭയുമൊടു വടിമുടു തിരുവുടലങ്ങു തെളിഞ്ഞു പടയണി വെട്ടത്തുടയോരേ ജയ. നമസ്കാരം ചേട്ടാ. ഏറെ സന്തോഷം എന്ന് പറഞ്ഞാൽ ചേട്ടനെ വൈറലാക്കിയ ദാരികന്റെ ശിരസ് ഇതൊരു ആ പാട്ട് എഴുതിയത് ഈ ദേവിയെ കുറിച്ചാണ്. എല്ലായിടത്തെ കാരുണ്യം. പടയണി വെട്ടം വള്ളികുന്നം പടയണി വെട്ടം ദേവീക്ഷേത്രം. ആ ക്ഷേത്രമാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചേട്ടന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നു അല്ലെ? അപ്പൊ ആ പാട്ട് എഴുതാനുണ്ടായ ഒരു സാഹചര്യം. പാട്ട് ജനിച്ചു തന്നെ ഈ ക്ഷേത്രത്തിന്റെ അകത്തളങ്ങളില്ല. ഭദ്രകാളിയുടെ തിരുമുമ്പിൽ നിന്ന് എഴുതിയ പാട്ടാണ്. ശരി. പാട്ടമ്പലത്തിലിരുന്ന് ദൈവയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ദീപാരാധനയ്ക്ക് ശേഷം എഴുതിയ പാട്ടാണ്. ഒരു 15-20 മിനിറ്റ് എടുത്തുള്ളൂ പാട്ട് എഴുതുന്നതിന് വേണ്ടി തന്നെ. ഈ പാട്ടിന്റെ പ്രത്യേകത വെച്ചാൽ ഈ പാട്ട് ഈ ദേവിയുടെ അംഗന്യാസങ്ങളെ വർണ്ണിച്ചിരിക്കുന്നത്. ആഭരണങ്ങളുണ്ട്, അല്ലാതെ കശാദിപാദം അങ്ങനെയുള്ളതല്ല. ദേവിയുടെ മുടിയെ പിന്നെ വസൂരി കണ്ണ് അങ്ങനെയൊക്കെയുള്ള അംഗന്യാസങ്ങളാണ് വർണ്ണിച്ചിരിക്കുന്നത്. പിന്നെ 2006 2006 അന്ന് ഇവിടുത്തെ നമ്മുടെ CD ഒക്കെ ചെയ്തിട്ടുണ്ട് മനോജ് സാറ്.
അങ്ങനെ സാർ കുറെ പാട്ടുകൾ അമ്പലത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആ. കൂട്ടത്തിൽ ചെയ്തൊരു പാട്ടാണ് ദാരികന്റെ ശിരസ് ഘോരവീപം. മനോജ് എന്ന് പറഞ്ഞ ആള് ഈ അമ്പലത്തിന്റെ അതോ അദ്ദേഹം ഭക്തിയാനം ഇറക്കുന്ന ആളാണോ അതോ അദ്ദേഹം നേരത്തെ ചെയ്തിട്ടുണ്ട്, കുറെ പാട്ടുകൾ അമ്പലത്തിൽ ചെയ്തിട്ടുണ്ട്. അല്ല അമ്പലത്തിന് വാര അങ്ങനെ എന്തെങ്കിലും ആണോ? ആരോഗ്യമൊന്നുമല്ല, അദ്ദേഹം സ്കൂൾ ടീച്ചറാണ്, ഇവിടുത്തുകാരനാണോ നാട്ടുകാരനാണോ? നാട്ടുകാരൻ, ഇവിടുത്തെ കരക്കാരൻ. അങ്ങനെ എഴുതാൻ അദ്ദേഹം സമർപ്പണ, സമർപ്പണം. യാതൊരു പ്രതിഫലവും അങ്ങനെ പ്രതിഫലിച്ചൊന്നുമില്ല, അദ്ദേഹം സമർപ്പണം എടുത്തത്. ചേട്ടനെ സമീപിക്കുമായിരുന്നോ എഴുതാനായിട്ട്? ചേട്ടൻ എഴുതുമെന്ന് അറിയായിരുന്നോ? ഇല്ലല്ല, അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അന്ന് ഈ നമ്മുടെ ക്ഷേത്രത്തില് സോപാന സംഗീതം, പൂജയോടൊപ്പം സോപാന സംഗീതം ഉണ്ടായിരുന്നു. അന്ന് ഇവിടുത്തെ ഗായകൻ സോപാന സംഗീതജ്ഞൻ എന്ന് പറയുന്നത് ഇന്ന് പ്രസിദ്ധനായ, അതായത് ഇടയ്ക്കയിലും സോപാനത്തും വിസ്മയം തീർക്കുന്ന കലാകാരൻ. ഇതേപോലെ ശ്രുതിശുദ്ധമായി പാടുന്ന ഒരു കലാകാരൻ വേറെ ലോകത്തില്ല. അത് ശൂരനാട് ഹരികുമാറിനൊപ്പം നിൽക്കാൻ, അല്ലെങ്കിൽ അത്രയും ശാസ്ത്രീയപരമായിട്ടും ആധികാരികതയോടും ശാസ്ത്രീയപരമായിട്ടും അതേപോലെ പാടാൻ ഇന്ന ആളില്ല. അദ്ദേഹം ശൂരനാട് ഹരികുമാറായിരുന്നു ഇവിടുത്തെ ജോലിക്കാരൻ. അദ്ദേഹത്തിന് പകരം ഞാനിവിടെ വരുമായിരുന്നു. അങ്ങനെ ക്ഷേത്രമായിട്ടുള്ള ബന്ധം, അതേ ക്ഷേത്രത്തിലുള്ള ബന്ധം. ഈ നാട്ടുകാരനല്ല, പക്ഷെ നാട്ടുകാരൻ തൊട്ടടുത്ത അടുത്ത പഞ്ചായത്ത് ശൂരനാട്. അങ്ങനെ അദ്ദേഹം ഒരു തിരക്കുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് നിരന്തരം പരിപാടികളാണ്. അപ്പം എനിക്ക് ദിവസം ഇവിടെ വരേണ്ടി വന്നു. അങ്ങനെ എനിക്ക് ദേവിമാരോട് വളരെ അടുപ്പമുണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു 2006 CD ചെയ്തപ്പോഴാണ് പവിത്രമംഗലത്തെ നാരായണൻ നമ്പൂതിരി മനസ്സാറോട് പറയും, മനസ്സാറെ നമുക്കൊരു സോപാനം ചെയ്യിച്ചാലല്ല. മേൽശാന്തിയായിരുന്നു, ഇവിടുത്തെ മേശാന്തിയായിരുന്നു നമ്പൂരി. അങ്ങനെ ശൂരനാട് ഹരികുമാറിനോട് പറഞ്ഞു, ഹരികുമാർ എന്നെ കൊണ്ട് പാട്ട് അദ്ദേഹത്തിന് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ അത് ചെയ്യിച്ചത്. അങ്ങനെ ഒരു ഭഗവതിയുടെ മുമ്പ് വരുന്നത് വെറും 15-20 മിനിറ്റ് കൊണ്ട് പാട്ടാണ് കാര്യങ്ങളുടെ ഘോരരൂപിണിയുണ്ട്. ഈ പാട്ടാണോ ആദ്യമായിട്ട് ഞാൻ എഴുതുന്നത് അതോ നേരത്തെ ഒരുപാട് പാട്ട് എഴുതുന്നത്? ഒരുപാട് എഴുതിയിട്ടില്ല. നേരത്തെ ഒരു സോപാനം എഴുതിയിട്ടുണ്ട്, സാധുജന പരിപാലന എന്ന് പറഞ്ഞു. ആ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഈ പാട്ടൊക്കെ കഴിഞ്ഞ ശേഷമാണ്. ഇവിടുത്തെ ആദ്യത്തെ പാട്ട് അങ്ങനെയല്ലായിരുന്നു. ഇവിടുത്തെ ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് ആ CD-യില് 10 പാട്ടാണ് തോന്നുന്നു. ഈ സോപാനിനെ കൂട്ടി അന്ന് 11 പാട്ടായിരുന്നു. ആ 10 പാട്ടില് അത് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ അന്നത്തെ കീഴ്ശാന്തി ആയിരുന്ന രാജീവ് നമ്പൂതിരിയും ഈ വള്ളികുന്നം ശ്രീമോൻ, ഇപ്പൊ അദ്ദേഹം വലിയ ജ്യോതിഷ പണ്ഡിതനാണ്. ഇവർ രണ്ടുമാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എഴുതാൻ അറിയത്തില്ല. ഈ ഇവിടുത്തെ കുറെ പാട്ട് എഴുതുന്നുണ്ട്. രാജീവ് തിരുമേനി ഇവിടുത്തെ ഒരു CD തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പൊ അതിനകത്ത് ഒരു ടൂണ്, ആ ടൂണ് അവർക്ക് എന്തോ ഒരു സിമ്പിൾ ടൂണ്, ടൂണിന്റെ ഈ കൊള്ളത്തിൽ എന്നല്ല പറഞ്ഞ സിമ്പിൾ ടൂൺ. അതിനകത്ത് ഇങ്ങനെ ടൂണാ. അപ്പൊ ഈ സാധനം അവർക്ക് എഴുതാനുണ്ടോ ടൂൺ, അന്നത്തെ പ്രത്യേക ടൂണിനായിരുന്നു പാട്ട് എഴുതുന്നത്. ഈ എന്തോ കരൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഭരിച്ച ചെലവുകളാ. ഞാൻ പറഞ്ഞു, ഞാൻ തിരുമേനിയോട്, രാജീവ് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ഞാൻ എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ തിരുമേനി എഴുതാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന്റെ വരി എഴുതി. പടയണിയാടി ഉറഞ്ഞൊരു രാവിൽ പരിചൊടു ചൂട്ടിൻ പ്രഭയുമൊടു വടിമുടു തിരുവുടലങ്ങു തെളിഞ്ഞു പടയണി വെട്ടത്തുടയോരേ ജയ. അങ്ങനെ ആ പാട്ട് ആ CD-യിലെ ഒന്നാമത്തെ പാട്ടായി. ഇത് പ്രത്യേകം എന്ന് വെച്ചാല് പാട്ടിന്റെ പ്രത്യേകത ഇവിടുത്തെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് പടയണി നടന്നുവിടുന്നപ്പോ കുരവ ഇടാൻ ആളില്ലാത്തത്. അപ്പൊ ദൈവമാര് ചൂട്ടിന്റെ വെട്ടത്തിൽ ഒന്ന് കുരവ ഇട്ടെന്ന് അറിയപ്പെടുന്നു. വിശ്വാസം അങ്ങനെ വിശ്വാസം. പടയണി ചൂട്ടിന്റെ വെട്ടത്ത് കണ്ടുകൊണ്ട് പടയണി വെട്ടത്തമ്മവാൻ എന്ന് പേര്. അങ്ങനെ ആ പേര് വന്നത്. ഭദ്രകാളി പിന്നെ വനദുർഗ ഭദ്രകാളി. വനദുർഗ അത് ഈ ഭദ്രകാളിയുടെ മുന്നിലല്ലേ? ഭദ്രകാളിയെ കുറിച്ചല്ലേ ഈ ദാരികന്റെ പാട്ട് എഴുതി? അത് അതിനുശേഷം എഴുതിയ പാട്ടല്ലേ? പറഞ്ഞുള്ള അറിവ് വലിയ വിദ്യാസമ്പന്നൊന്നും അല്ല, എഴുത്ത് പാരമ്പര്യം അങ്ങനെ ഒന്നുമില്ല. പിന്നെ 10ാം ക്ലാസ്സിൽ തോറ്റ് സെഷൻ എഴുതി ഒരുപാട് അധികം മേടിച്ചു ജയിച്ചാളാ. പക്ഷെ ഈ 210 മാർക്ക് മതി, 11 മാർക്ക് മേടിച്ചാണ്. പക്ഷെ ഈ വരികളൊക്കെ ഏതോ ഒരു പണ്ഡിതന്മാരൊക്കെ എഴുതുന്ന അത് കൊച്ചിലായിട്ട് നമ്മൾ ഈ ഭാഗവതം, ഭഗവത്ഗീത ഇങ്ങനെ ഒരു വായനാശീലം ഉണ്ടാകും. അതിലുപരി അനുഭവ സമ്പത്താണ് ഏറ്റവും കൂടുതൽ. പിന്നെ അതുപോലെ ആ പാട്ട് എഴുതുന്ന സമയത്ത് എന്തോ ഒരു ഈ പാട്ട് എഴുതുന്ന സമയത്ത് അതുവരെ നമ്മൾ നോർമൽ ആയിരിക്കും. അതായത് ഈ പാട്ടെന്ന് ശൂന്യത ഉണ്ടാക്കുന്ന നമുക്കെല്ലാം ഒരിക്കലും എന്തൊക്കെ ചിന്തിച്ച് പഠിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ശൂന്യത നമ്മുടെ അനുഭവ സമ്പത്ത് കൊണ്ട് മനസ്സിരുന്ന് ഇരുത്തി അങ്ങനെ പറ്റത്തുള്ളൂ. ഈ പാടാൻ എഴുതാതിരിക്കുമ്പോഴുണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ആരും ഹെൽപ്പ് ചെയ്യും, ആരും ഹെൽപ്പ് ചെയ്യും. ഒരു ബ്ലാങ്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴത്തെ പെട്ടെന്ന് തന്നെ എന്നിട്ട്
നമുക്ക് പറഞ്ഞു തരുമോ ഇങ്ങനെ എഴുതിക്കോളാം. പദങ്ങളും അന്നേരം തന്നെ വരും. ഉള്ളി നേരെ പറയുന്ന പോലെ അല്ലേ ചെവി? അതെ അതെ അങ്ങനെ പറയുന്നവരാണോ? അങ്ങനെ തന്നെ ഇത് ഇങ്ങനെ എഴുതി ഇങ്ങനെ. എനിക്ക് എഴുതുന്നതിന് വലിയ 15 മിനിറ്റ് പോലും വേണ്ട പാട്ട് എഴുതി. പിന്നെ ഈ പാട്ട് എന്നാ എഴുതിയത്? 20 വർഷം മുമ്പ്. 20 വർഷം 2006 ഈ പടനോട്ട അമ്പലത്തിന്റെ അകത്തളങ്ങളിൽ മാത്രം കേട്ടോണ്ടിരുന്ന പാട്ട് ഇത് ലോകം മൊത്തമായിട്ട് പാടുക. എന്നാ ഈ ക്ഷേത്രത്തിൽ മാത്രമേ പാടത്തുള്ളായിരുന്നു. ആ ചേട്ടനായിരുന്നു പാടുന്നത്? ഞാനും ഹരികുമാറും. പിന്നെ ഇത് ഈ സോപാന സംഗീതക്കാർ ഏറ്റെടുത്തു. എന്നിട്ട് ഇത് ഈ ക്ഷേത്ര ആചാരമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകും. അങ്ങനെ ആ ഈ ക്ഷേത്ര മേഖല ഇത് ഹിറ്റാ പാട്ടാന്ന് തൊട്ടെ എല്ലാരും പാടുന്നുണ്ട്. പക്ഷെ ഇത് ഈ നന്ദഗോവിന്ദ ഭജൻസ് പാടിയപ്പോഴത്തെ ഈ സാധനം ലോകത്തിന് മൊത്തം എല്ലാ മലയാളികൾക്കും കാണാപാടുക. അത് ഒരു രണ്ടുപേരും പാടിയത് കേട്ടോ. അമ്മയ്ക്ക് മുന്നേ തന്നെ ഇവിടെ നിന്നാണ്. അതിനകത്ത് എല്ലാരും അവരവരുടെ അമ്പലത്തിന്റെ വരി വെച്ചാ പാടുന്നത്. ലാസ്റ്റ് വരി തന്നെ പാടാം. ഉഗ്രമായൊരു രൂപമേ വേതാള കണ്ഠ നിവാസിതേ, ഉഗ്രമായൊരു രൂപമേ വേതാള കണ്ഠ നിവാസിതേ, വള്ളിവുന്നമർന്നെഴും ശ്രീ ഭദ്രകാളി നമോസ്തുതേ, വള്ളിവുന്നമർന്നെഴും ശ്രീ ഭദ്രകാളി നമോസ്തുതേ, ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ, കാരിരുൾ സമമായ നിൻ തിരുവാർമുടിച്ചുരുൾ കൈതൊഴാം. ഇവിടെ തന്നെ 2 ദേവിമാരുണ്ട്. വനദുർഗയെ പറ്റി എഴുതിയിട്ടുണ്ടോ? വനദുർഗ അത് എഴുതിയിട്ടുണ്ട്. അത് ഈ ആ പടയണി ആടി പറഞ്ഞതിനകത്ത് 2 പേരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നല്ല പ്രത്യേകം പാട്ടായിട്ടുണ്ടോ? ഉണ്ട്. അതിങ്ങനെ പ്രത്യേകം ഒരു പാട്ടത് ഇവിടെ വളരെ. അപ്പൊ ആ ദുർഗാദേവിയുടെ കാര്യം കൂടെ 2 പാട്ട് അത് ഇവർ 2 ചേർത്ത് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇതെന്താ അറിയോ, ഇവർ 2 പേരുടെ കമ്പയറിങ് ഒരാൾ ഇങ്ങനെ പറഞ്ഞ പാട്ടുണ്ട് കേട്ടോ. അപ്പൊ അതായത് ഈ പടയണയുടെ ചൂട്ടിന്റെ വെട്ടത്ത് കണ്ടതായതുകൊണ്ട് അപ്പം ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ നമ്മൾ സങ്കല്പിച്ചെഴുതുക, അദ്ദേഹത്തിന്റെ ഭർത്താവ് പടയണി പോലെ പാടുന്ന ആളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ടു എന്ന് അദ്ദേഹത്തിന്റെ വൈഫ് പറയുന്ന പാട്ട് ഇങ്ങനെ: കേട്ടോടെ കൂട്ടര എന്റെ കാന്തം പണ്ട് കോലം കെട്ടി എങ്ങനാടുമ്പം ചൂട്ടും വെളിച്ചത്തിൽ കണ്ടടോ 2 മാനിനിമാർ ചിരി തൂകുന്നു. കേട്ടോടെ കൂട്ടര എന്റെ കാന്തം പണ്ട് കോലം കെട്ടി എങ്ങനാടുമ്പം ചൂട്ടും വെളിച്ചത്തിൽ കണ്ടടോ 2 മാനിനിമാർ ചിരി തൂകുന്നു. ഒന്നു വെളുത്തൊരു സുന്ദരി അതിലൊന്നു കറുത്ത കുറുമ്പിയും, ഒന്നിനു കണ്ണുകൾ 2 അതിലൊന്നിനു കണ്ണുകൾ 3. ഇങ്ങനെ അങ്ങനെ തിരിച്ചും മറിച്ച് ഓരോ പ്രത്യേകത. ഒന്നിൻ ശിരസിൽ കിരീടവും മറ്റൊന്നിൻ കാലത്തിൽ ചന്ദ്രനും ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഈ ഇവിടുത്തെ പാട്ടുകളെല്ലാം എഴുതിയത് ഈ ദേവിയുടെ മുന്നിൽ ഇരുന്ന് തന്നെയാണോ? ഇവിടുത്തെ പാട്ട് മൊത്തം അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഈ ജോലി സമയത്താണ് ഏറ്റവും സോപാന സംഗീതം എഴുതിയിരിക്കുന്നത്. അതിന്റെ നടയിരുന്നു എഴുതിയത്. സോപാനം പാടി കഴിഞ്ഞിട്ടാണ് ഇരുന്ന് ആ സമയത്തുണ്ടല്ലോ ഉഷപൂജ കഴിഞ്ഞ് പിന്നെ രാവിലെ 7:00 കഴിയും, പിന്നെ 10:30 ആ സമയത്ത് നമ്മളിങ്ങനെ വട്ടം തുറന്ന് പേപ്പർ പേപ്പർ പേനകത്തുണ്ട്. ഇപ്പൊ എത്രത്തോളം പാട്ട് എഴുതിയിട്ടുണ്ട്? സോപാനം 80ഓളം കീർത്തനങ്ങളുണ്ട്. അല്ലാതെ ഒരു 1500 മേൽ പാട്ട് എഴുതി. 1500 കവിതകളായാലും ദേശഭക്തിഗാനമായാലും ശാസ്ത്രീയ സംഗീതമായാലും ഭരതനാട്യ പദങ്ങള്, മോഹിനിയാട്ട പദങ്ങള്, കവിതകള്, അതൊക്കെ ചെയ്യും. എല്ലാം അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ പാട്ടൊക്കെ എഴുതുന്നത് മാത്രം, പിന്നെ സോപാന സംഗീതം മാത്രമാണോ ചേട്ടൻ്റെ ഒരു ഉപജീവന മാർഗം? അല്ല, സംഗീത സംവിധാനമുണ്ട്. ശരി. ആലും ഡയറക്ഷൻ ഉണ്ട്. അത് ശരി. സിനിമയിലും സംഗീതം ചെയ്തിട്ടുണ്ടല്ലേ? സംഗീതം ചെയ്തിട്ടുണ്ട്. റീക്രിയേറ്റർ എന്ന് പറഞ്ഞ സിനിമ, അത് തന്നെ അരുൺരാജ് കൂട്ടുന്നതാണ്. അത് ഈ വൈറലാകുന്നതിനൊക്കെ മുമ്പ് തന്നെ സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇറങ്ങിയില്ലല്ലേ? ചെയ്തായിരുന്നു. പിന്നെ കൗരവസേന എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് പാടി അതിറങ്ങിയായിരുന്നു. അതറിയാം. നമ്മുടെ ഈ കൊറോണ സമയത്തായിരുന്നു. അത് ഒറ്റിട്ട് റിലീസ്. ഈ വൈറലായതിനു ശേഷം ഇപ്പം പുതിയ പടം വന്നിട്ടുണ്ടല്ലേ? ഇപ്പം മധു കെ കൃഷ്ണൻ, അതായത് പിന്നെ സരസ്വതി ഫിലിംസിന്റെ ബാനറിൽ ബിനോയ് ബാഹുലയൻ നിർമ്മിക്കുന്ന മധു കെ കൃഷ്ണൻ സംവിധാനം ചെയ്ത. അതിനകത്ത് പാട്ട് എഴുതിയാണോ? ഞാനൊരു മ്യൂസിക്കാ. ശരി. അത് എന്റെ കല്യാണം ഒരു മഹാസംഭവം. ഞാനാണ് സിനിമയുടെ പേര്. എന്റെ കല്യാണം. അതിനകത്ത് പുതിയ ആൾക്കാരാണോ? അതോ നല്ല ആരിപ്പം ആർട്ടിസ്റ്റുകളൊക്കെ. പക്ഷെ അതിന്റെ പ്രത്യേകം യഥാർത്ഥ ഇടായിരുന്ന പേര് കൊല്ലത്തെ കല്യാണം. അങ്ങനായിരുന്നു. അതായത് കൊല്ലത്തെ കല്യാണത്തിന്റെ എല്ലാ സാധനത്തിലുണ്ട്. കൊല്ലത്തെ കല്യാണം വെച്ചാണ് എന്റെ കല്യാണം ഒരു മഹാസംഭവം എന്ന് പേരിട്ടാണ്. നല്ല
നല്ല പാട്ട്, രസമുള്ള പാട്ടുകളാണ്. ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് എന്റെ സുഹൃത്തുക്കളാണ്. അത് ഒന്ന് കാർത്തിക് അല്ലെങ്കിൽ അമ്പലപ്പുഴ, രാധാലക്ഷ്മി ശ്രീജിത്ത് അടുത്ത പാട്ട് എഴുതിയിരിക്കുന്നത്. ഈ പാട്ടിലൂടെ ആണ് ചേട്ടൻ വൈറലായി, അങ്ങനെയാണ് ചേട്ടൻ അറിയപ്പെടുന്നത്. ചേട്ടന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമ്മളൊക്കെ അറിയത്തില്ല. ചേട്ടന്റെ സാമ്പത്തികം, ഉപജീവന മാർഗം ഒക്കെ അത്യാവശ്യമൊക്കെ നല്ലതാണോ, അതോ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ, കുടുംബം അതൊക്കെ ഒന്നൊന്നും ആൾക്കാർക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. കലാകാരന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, വേദനകൾ വേണം. അത് തടഞ്ഞു ചെയ്തതിന്റെ കലാകാരൻ നല്ല മുത്തച്ചിപ്പിയുടെ അകക്കണ്ടീറിന്റെ കരരൂപമാണ് മൊത്തം എന്ന് പറയത്തില്ല. അതിങ്ങനെ വേദന ഉറഞ്ഞുറഞ്ഞുറഞ്ഞാണ് നല്ല സെറ്റുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, അനുഭവ സമ്പത്താണ് ഒരു എഴുത്താൻ വേണ്ടുന്നത്. മഴ നനഞ്ഞാല് മഴയെ കുറിച്ച് നല്ലപോലെ എഴുതാൻ പറ്റുന്നുണ്ട്. മഴ കാണുന്നു. ആര്യ ബിന്ദു, മൂത്തമള അനഘ ബാബു, ഇളതാനിച്ച. മൂത്താൾ +1 പഠിക്കുന്നു, ഇളയാള് 7ാം ക്ലാസ്സിൽ. വൈഫിന് ജോലി? വൈഫ് ജോലിയില്ല. വീട് എവിടെയായിട്ടാ? വീട് ഇപ്പൊ വാടക താമസിക്കുക. വാടക? വീടായില്ല അല്ലേ? വീട് ചെറിയൊരു പെൻഡിങ്. സാമ്പത്തികം ഒക്കെ വരണം, ഒരുപാട് വർക്ക് കിട്ടണം അല്ലേ? ഇനിയിപ്പോ ദേവി എന്തായാലും പടയണിവട്ട അമ്മമാര് അനുഗ്രഹിച്ച് പ്രതീക്ഷയുടെ ഒരു കിരണം കാണാം. അതെ അതെ. ഇനിയിപ്പോ തിരക്കോ ഇപ്പൊ തന്നെ കുറെ തിരക്കായി അല്ലേ ശേഷം? പിന്നെ അതുപോലെ തന്നെ ചേട്ടന് കുറെ അവിശ്വസനീയമായ അനുഭവങ്ങൾ ഉണ്ടെന്നും കൂടെ അറിഞ്ഞ്, അപ്പൊ അതും കൂടെ ഒന്ന് പങ്കുവെച്ചിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് നടത്താം. അത് ഞാന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മള് അത് എടുത്തു പറയണം. ചേട്ടന്റെ പിന്നെ ഉപാസനമൂർത്തി ഭദ്രകാളി. ഭദ്രകാളി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭദ്രകാളി ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് തന്നിരിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും കാണാറുണ്ട്. നമ്മൾ പോകുന്ന യാത്രയിലല്ല എവിടെങ്കിലൊക്കെ ചെയ്യണം, കാണാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും എന്റെ കൂടെ എപ്പോഴും ബൈക്കിന്റെ പറയുന്നത് പോകുന്ന പോലെ സംസാരിച്ചോണ്ട് പോകുന്നത്. അത് ശരി. അത് ഒരു അവിശ്വസനീയ സംഭവം. എനിക്ക് രാത്രി പേടിയുള്ളത്, എനിക്ക് ഭയങ്കര പേടിയാ. എന്നുവെച്ചാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പം പാതിരാത്രി 10 വെളുപ്പിനൊക്കെയാ. അപ്പൊ ഒറ്റയ്ക്കല്ലേ? അപ്പം ഈ ഞാൻ വിശ്വസിക്കുന്ന നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ. ദൈവം ഉണ്ടെങ്കിൽ അപ്പൊ നെഗറ്റീവ് അതാണ് ഉള്ളിലെ ഭയം. ഋഷിഭൂതം പ്രകടമുണ്ട്. നമ്മൾ ഇത്രയും വിശ്വസിക്കുന്നുണ്ട്. മറ്റേത് ഉണ്ടെന്ന് നമ്മുടെ ഒരു ധാരണയാണ്. അല്ല ഇപ്പൊ ഈ വന്ന കാലത്ത് അന്ധവിശ്വാസം എന്ന് പറയും. അന്ധവിശ്വാസമല്ല, നമ്മുടെ എന്റെ ഒരു വിശ്വാസം എന്തുവാ, അനുഭവമാണല്ലോ. എനിക്ക് അനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ. അതായത് ഈ ഒരു വിശ്വാസമാണ് എനിക്ക് മുന്നോട്ടുള്ള ഒരു യാത്രക്ക് എന്തൊക്കെ വന്നാലും തരണം ചെയ്യാനുള്ള. പക്ഷെ എന്റെ ജീവിതത്തില് ഞാൻ വിചാരിക്കുന്ന ഒന്നുമല്ല നടക്കുന്നത്. തിരിച്ച് വേറെ എന്തോ ഒരാൾ ഇങ്ങനെ കറങ്ങി തട്ടി ഇനി അവിടെ പോകണ്ട എന്നിങ്ങനെ ഞാൻ എത്ര വിചാരിച്ചാലും എനിക്ക് അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല. ആ വഴി എങ്ങനെയെങ്കിലും മുടക്കി. അത് ചെവിയിൽ മന്ത്രിക്കുന്ന പോലാണോ, ഉള്ളിൽ തോന്നുന്ന പോലാണോ? ഉള്ളിൽ തോന്നുന്നു. എനിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കി തരും പോകാതിരിക്കാൻ വേണ്ടി. അവിടെ പോയി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ അതെന്നെ അങ്ങനെ തട്ടിത്തെറിപ്പിക്കാൻ നല്ലതായിരിക്കും. പോയിട്ട് കാര്യം എന്ന് പറയാം. യാത്ര പോകുമ്പോൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഒത്തിരി അപകടങ്ങൾ നടന്ന സ്ഥലമൊക്കെ ആണ്. ബൈക്ക് ആക്സിഡന്റ് ഇങ്ങനെ ഞാൻ എന്തെങ്കിലും മനസ്സിലായിരിക്കും. ബൈക്കിലാണ് ഏട്ടൻ പോകുന്നത്? ബൈക്കില്. അപ്പൊ ഞാൻ പേടിച്ചെടുപ്പ് കാണാം, ഒരാളായാലും നടന്നു വരുന്ന കാണാം. കാരണം അങ്ങോട്ട് ആ സമയത്ത് ഒരാള് ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് പോവുക. ചേട്ടന്റെ ഫ്രണ്ടിന് നടന്നിട്ട് എനിക്കൊരു പ്രായമുള്ള ഒരാളായിട്ടാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ ഓരോ സ്ഥലത്ത് ഓരോരുത്തരെയാണ് കാണുന്നത്. അതോ ഒരാളെ തന്നെ ഒരാളെ പല അങ്ങോട്ട് നടന്നു പോകുന്നതായിട്ടാണ്. ഒരാളെ തന്നെ പല സ്ഥലങ്ങളിൽ വെച്ച് ഒറ്റപ്പെട്ട രാത്രി സമയത്ത് നടന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. എന്റെ ചിന്താഗതിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഏത് രൂപമാണ്? ഒരു പ്രായമായ അമ്മുമ്മ. വേഷമൊക്കെയോ? വേഷം നമ്മുടെ സെറ്റും കൊണ്ടുകൊടുത്തിട്ടുണ്ട്. എന്റെ നേരമല്ല, തിരി അങ്ങോട്ട് നടന്നു പോവുക. മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല. എനിക്ക് ചിലപ്പോ തോന്നിക്കുന്നതായിരിക്കും. വടിയൊക്കെ കുത്തിപ്പിടിച്ചാണോ? ഞാൻ എന്തായാലും പോകുമ്പോഴേക്കും എപ്പോഴും ഫുൾ ടൈം വണ്ടിക്ക് സഹസ്രാമങ്ങള്, ദേവിയുടെ പാട്ടുകള് ഇങ്ങനെ പാടിക്കൊണ്ട് എപ്പോഴും പോകും. അപ്പൊ ഈ വടി കുത്തിപ്പിടിച്ച് പോകുന്ന പോലെയാണോ തോന്നുന്നത്, അതോ ഒരാൾ നടന്നു? അല്ല, ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കത്തില്ല. നടന്നു പോകുന്നതാണ്. അപ്പൊ വിചാരിക്കാം ഇവിടെ വന്നോ ഒരാളുണ്ടല്ലോ അല്ലേ? ഒരാളുണ്ട്. അപ്പൊ എന്റെ ധൈര്യം. അതുപോലെ ഈ വണ്ടിയുടെ പുറകിൽ എന്തോ രൂപം ഉണ്ടായിരുന്നു. രണ്ടല്ലേ കാര്യം പറഞ്ഞോണ്ട് പോകാം. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പേടി കിട്ടാതിരിക്കാൻ വേണ്ടി കാര്യം പറഞ്ഞിട്ട് പോയത്. ഞാൻ പിടിച്ചിരുത്തിയേക്കോ അവിടെ. ശരിക്കും ഒരാൾ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് ഞാൻ കാര്യം പറഞ്ഞോണ്ട് പോലെ ഞാൻ ഇരുത്തിയേക്കുവാ. മനസ്സിൽ അങ്ങനെ തോന്നിപ്പിച്ചേക്കോ. പക്ഷെ അങ്ങനെ ഒരാളുണ്ടെന്ന് തോന്നുന്നു. വണ്ടി കയറുമ്പോ പുറകെ അമ്മേ, അതായത് ഭദ്രകാളി അവിടെ ഞാൻ പോവാ. വേറെ ആരുമില്ലേ എന്റെ കൂടെ കാണാൻ. അതുപോലെ എന്തുവാ വേറെ അനുഭവങ്ങളുള്ള വിശ്വസനീയമായിരിക്കും? അല്ല, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് എനിക്ക് എഴുതാൻ ഏറ്റവും കൂടുതൽ. നമ്മൾ അതിയായിട്ട് പാട്ട് എഴുതുമ്പോൾ നമ്മൾ ആരും ചിന്തിക്കുന്ന രീതിയിലേക്ക് എഴുതുന്നത്. ഇപ്പൊ എന്റെ കൊമരച്ചൻ സുന്ദരി ആരെങ്കിലും എഴുതി പാട്ട് എഴുതി കേട്ടിട്ടുണ്ടോ? സുന്ദരി സുന്ദരി തെച്ചിപ്പൂവാലയിട്ട സുന്ദരി കണ്ണകി കണ്ണകി കാതിലോല കമ്മലിട്ട കണ്ണകി ഒരുപാട് ഇത് പറഞ്ഞോട്ടെ. അപ്പൊ അങ്ങനെ ഇതേന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഭദ്രകാളി ഉപാസന
അത് കുഞ്ഞിലെ തൊട്ടുണ്ടോ? കുഞ്ഞിലെ തൊട്ടുണ്ട്. ഉണ്ട്. അച്ഛനൊക്കെ വാസനായിരുന്നോ? വാസനായിരുന്നു. അല്ലല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കിടക്കും. മുതലാളി. അതെന്താ തൊട്ടടുത്ത് മുതലാളി ക്ഷേത്രം? ആ, ക്ഷേത്രമുണ്ട്. ഏത് ക്ഷേത്രമാണ്? കളരിവാതിക്കൽ. കളരിവാതിക്കൽ. അവിടെ 2 ദേവതമാരാണ്, ദുർഗയും ഭദ്രയും. അല്ലെങ്കിൽ കൊച്ചില് കഴിക്കാൻ ഞാൻ അമ്പലത്തിൽ നിന്ന് വീട്ടിലോട്ട് പോവാം. വീട്ടിൽ നടന്നു വരിക. കാല പാസരമുണ്ട്. അപ്പൊ ഞാൻ അന്ന് ഈ കൊച്ചിനെ എന്നെ ഭാഗവതം വായിക്കാൻ പഠിപ്പിച്ചത് അച്ഛൻ പിള്ളയുണ്ട് കരിമുണ്ടത്ത്. ഞാൻ അദ്ദേഹത്തിന്റെ വൈഫായിരിക്കും. ഞാൻ സത്യ ചേച്ചി എവിടെ പോയി ചോദിച്ചാൽ ഞാൻ നടന്നു പോയി. ഏത് സമയം? രാത്രി 2 മണിയൊക്കെ കഴിക്കണം. അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെ പോവാ. ഞാൻ അമ്പലത്തിൽ എന്താ കാര്യം കഴിഞ്ഞ് പോവാ. ബ്രഹ്മണി ഇറക്കുന്നതാണ് തോന്നുന്നു. എത്ര വയസ്സിലായി? കൊച്ചിലെ ആ സമയത്ത് ഒറ്റയ്ക്കൊക്കെ പോകാൻ പേടിയില്ലേ? എനിക്ക് പേടിയാ. വേറെ ആരും ഇല്ലാതെ അമ്പലം പണിയായിട്ട് ആ ആവശ്യത്തിൽ ചാടി ഇറങ്ങുന്നത്. എന്നിട്ട് ഈ പാസരത്തിന് കിടക്കുന്നവരൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ഞാൻ നോക്കി ടീച്ചറെ കാല പാസരമില്ല. ആണോന്ന് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നിയാണോ എന്ന് അറിയത്തില്ല. ഈ വിശ്വാസമായതുകൊണ്ട് നമ്മൾ തോന്നിപ്പിക്കുന്ന കൂടുതൽ. എനിക്ക് വിശ്വാസമായതുകൊണ്ട് എന്റെ ചിന്തയിൽ ഞാനിങ്ങനെ കുറെ സാധനങ്ങൾ കാണുന്നു. ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി പ്രാന്താന്ന് പറയുന്നില്ല. കാണാന്ന് പറഞ്ഞാൽ പിന്നെ ഈ അടുത്തിടയ്ക്ക് വല്ല സംഭവം ഉണ്ടായിട്ടുണ്ട്? അല്ല, എനിക്ക് പിന്നെ യാത്രക്കിടയിൽ അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഈ എഴുത്തിനകത്തിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ എഴുതുമ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ 10ാം ഡിഗ്രിക്ക് പോയിട്ട് തോറ്റ ആളാണ്. 10ല് തോറ്റ് പിന്നെ എഴുതി ജയിച്ചു. പിന്നെ ഡിഗ്രിക്ക് തോറ്റുപോയി. തോറ്റു. നിങ്ങളുടെ ആൾക്ക് ഞാൻ സ്വപ്നത്തല്ല കിട്ടത്തുള്ളത്. അപ്പൊ ഇത് വന്ന് ഹെൽപ്പ് ചെയ്യും. എല്ലാ സ്വപ്നത്തിൽ പേടിക്കുന്ന ആളുകളാണ്. ഞാൻ അമ്പലമൊക്കെ കാണുന്നത്. ആ അമ്പലത്തിൽ പോയി വരുന്നത്, ദൈവമായിട്ടിരിക്കുന്നത്, ഇപ്പുറത്ത് ഞാൻ ഇരിക്കുന്നത്, ഇങ്ങനെ ഞാൻ കാണുന്നത്. ഭദ്രകാളിയാണോ കാണുന്നത്? അല്ല, അത് നമുക്കൊരു സൗന്ദര്യമുള്ള രൂപമായിട്ട് തോന്നുന്നത്. അപ്പൊ എനിക്ക് എന്റെ എല്ലാ ഭദ്രകാളിക്കും സൗന്ദര്യമുണ്ട്. അല്ല, വേറെ ഒരു അത് ഇന്നല്ല പറഞ്ഞു. അത് വേറൊരു അതുകൊണ്ട് എന്റെ എല്ലാ പാട്ടിനകത്തില് കീർത്തന ഞാന് നമ്മള് നേരിട്ട് സംസാരിക്കുന്നവരല്ല പാട്ട് ദേവിയായിട്ട്. അങ്ങനെ എന്റെ എല്ലാ തൊട്ടടുത്തിരിപ്പുണ്ട് നമുക്ക് തോന്നുന്നത്. ഈ പാട്ട് എഴുതുന്ന സമയത്തും തൊട്ടടുത്ത് ദേവി ഇരിക്കുന്ന പോലെ തന്നെ തോന്നുന്നത്. എന്നുവെച്ചാൽ അതൊരു സാധാരണ മനുഷ്യരൂപത്തിലാണോ അതോ ആ ഒരു നമ്മൾ കാണുന്ന ഒരു ആടയാഭരണങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ദേവി സാധാരണ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കൂട്ടുകാരെ കൂട്ടില്ലേ? അങ്ങനെ നമ്മളെ ചിന്തിച്ചോണ്ട് മുഖത്ത് നോക്കിയിരുന്നു. ആരുമില്ല തുണയില്ലാതെ ആരിടത്തിൽ ഭാരമാകെ തീർക്കാനന്റെ ചരവേണം ലോകനാഥേ മഹാമായേ ലോഭനീയ അന്ത്യകാലം അണയുമ്പോൾ അന്തകനും വരും നേരം അന്തികേ നീ വന്നിടേണം അംബികേയൻ ബന്ധുവായി. ഭഗവതിയെ കുറിച്ച് എഴുതാൻ നിയോഗിച്ച ഒരാള് പണ്ട് നമ്മള് തോറ്റമ്പാട്ടിന്റെ കാര്യങ്ങൾ പറയുമല്ലോ, ഇന്ന് പറയുന്ന പോലെ ഒരു സംഭവം. അപ്പം അതാ പറഞ്ഞത്. അപ്പൊ ആ പാട്ടിന്റെ അടുത്തിങ്ങനെ എഴുതുന്ന സമയത്ത് ദേവി അടുത്തിരിക്കുന്നു. കിറ്റുപാട്ടാ അങ്ങോട്ട് മൊത്തം പറയാ ഞാനാ. മായേ മഹേശ്വരിയേ എൻ തായേ സുരേശ്വരിയേ മായേ മഹേശ്വരിയേ എൻ തായേ സുരേശ്വരിയേ നീയാണിനി അഭയമായി പാലം വള്ളിൽ നിവാസിനി നീയാണിനി അഭയമായി പാലം വള്ളിൽ നിവാസിനി ആയേ മഹേശ്വരിയേ എൻ തായേ സരസ്വരിയേ ദേവി. പാലംപള്ളി അങ്ങനെ അമ്പലത്തിൽ അതെല്ലാം സമാർത്ത് പാടുന്നുണ്ട്. ഈ അമ്പലത്തിന്റെ പേര് മാറ്റി പാടുന്നുണ്ട്. അപ്പൊ അതുപോലെ ഈ വേറെ ക്ഷേത്രത്തിലെ പാട്ട് എഴുതുമ്പോൾ അതും നടയിൽ പോയിരുന്നാണോ എഴുതുന്നത്? അല്ലല്ല അല്ല, ഇവിടുത്തെ മാത്രം ആ പാട്ട് മാത്രമേ ഇവിടുത്തെ കാലഘട്ടത്തിൽ മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളോ? ബാക്കിയെല്ലാം വീട്ടിലും അവിടെ എവിടെ പല പാട്ടുകളും എന്റെ വിശ്വസിക്കത്തില്ല. ഞാൻ ഈ ട്രഡീഷണൽ ആർപ്പിച്ചിരിക്കുക. അത് ഈ കളിക്കശീലം ഒരു പാട്ടുണ്ട്. അത് കേട്ട കളിക്കശീലം അമ്പലമുണ്ടോ നമ്മൾ ഓച്ചറക്കെടുത്ത് അവിടുത്തെ ഒരു പാട്ടുണ്ട്. അത് കേട്ട് ഞാൻ ആരും വിശ്വസിക്കുന്നില്ല. അതിങ്ങനെ പ്രാസത്തിന് പ്രാധാന്യം കൊടുത്ത പാട്ടാണ്.
ನಿಡಿಲ ನಯನ ಸುಧ ಚಡುಲ ಗಮನ ಕಡು ಪಡಗ ತುಡಿದ ಪಡುಹಾಸಿದಯೇ ಕಠಿಣ ಹೃದಯ ನಡು ಚುಡಲ ನಡನ ಚುಡು ರುದಿರ ಭುಜಿದ ಪರಿಪಾಲಯಮೋ ನಿಡಿಯ ಜಡೆಯು ಮುಡು ಕಲೆಯು ಮಿಡೆಯು ಮೆಡ ಮಣಿಯು ಮಡಿಯು ಮಡಿ ಮುಡಿ ಬಣಿಯಾಂ ಜಡುದಿ ವರದ ಪಡದ ಗುಡಿಲ ರಸ ಅಡಯ ಉಡಯ ಪರಿಪಾಲಯಮಾಂ ನಿಡಿಲ ನಯನ ಸುಧ ಚಡುಲ ಗಮನ ಕಡು ಪಡಗ ತುಡಿದ ಪಡುಹಾಸಿದಯೇ. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ചേട്ടനും കുടുംബവും ഒക്കെ ഭഗവതി ഇനി എന്തായാലും രക്ഷപ്പെടുത്തും. ഇപ്പൊ തിരക്കായില്ലേ? ഇപ്പൊ ഓരോ ദിവസവും പ്രോഗ്രാം അല്ലേ? സോപാനത്തിന് പോകുന്നുണ്ട്, പാട്ടുണ്ട് അല്ലേ, പാടുന്നുണ്ട്, സംഗീത സംവിധാനം അല്ലേ? അപ്പൊ ഭഗവതിയെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞ് നമുക്കിത് നിർത്താം. എന്റെ എഴുത്ത് ജീവിതത്തിലെ വളരെ നിർണായക കാലഘട്ടമായിരുന്നു. അത് എന്നെ ഞാനാക്കിയത് പടകട്ട മോഹനാണ്. ഇവിടെ ഇരുന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയത്. ഒരു 14 ലക്ഷം ജോലി ചെയ്തു. ആ 14 ലക്ഷം കൊണ്ട് എത്ര പാട്ട് എഴുതി എനിക്ക് അറിയത്തില്ല. അതെല്ലാം മനോഹരമാക്കി തന്നു ദൈവമാരാണ്. ഇവിടുത്തെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ ഞാൻ എഴുതി. അതെല്ലാം വെറൈറ്റി പാട്ടുകളാണ്. അമ്മമാരാണ് പിന്നെ ഞാനാക്കിയത് അമ്മമാരാണ്. ഈ പാട്ടത്തെ ഞാൻ വൈറലാക്കിയത് തോന്നുന്നത് ഭജൻസാണ്. പക്ഷെ അത് ജനങ്ങൾ മൊത്തം ഏറ്റെടുത്ത എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ജനങ്ങൾക്കും എൻ്റെ ഒരുപാട് ഹൃദയം